രാധാഷ്ടമിയായിരുന്നു. രാധാറാണിയുടെ അപ്പിയറൻസ് ഡേ. നമ്മളിത് കഴിഞ്ഞിട്ട് പറയും. കുറച്ച് രാധാറാണിയെക്കുറിച്ച് നമുക്ക് 5 മിനിറ്റ് സംസാരിക്കാം. പിന്നീട് രാധാറാണിയുടെ 16 നാമങ്ങളും നമുക്ക് ജപിക്കാം. പരാശക്തി എന്ന് പറയും രാധാറാണി. ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി. ഭഗവാനും രാധാറാണിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ശരിക്കും രാധാറാണിയുടെ അനുകമ്പ നമുക്ക് വേണം ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട്. രാധാറാണിയുടെ അനുകമ്പ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൃഷ്ണഭക്തി കിട്ടിയിരിക്കുന്നത്. എന്താണെന്നറിയില്ലേ? ഒറ്റ വാക്കിൽ പറയാമോ? രാധാറാണിയുടെ അനുകമ്പ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ കൃഷ്ണഭക്തി കിട്ടിയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ. വെറുതെ ചുമ്മാതെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നു വേണ്ട, വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. രാധാറാണി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് വൃന്ദാവനത്തെ കിട്ടിയത്. രാധാറാണി ഉണ്ടായത് കൊണ്ടാണ്, രാധാറാണിയെ കൊണ്ടാണ് നമുക്ക് യമുനാ നദിയെ കിട്ടിയത്, പുളിഞ്ചങ്ങൾ ഉണ്ടായത്. ഈ വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഷഡ്ഗോസ്വാമിമാരെ കിട്ടിയത്. ഈ വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടിയത്, ശ്രീലപ്രഭുപാദരെ കിട്ടിയത്. അപ്പം അത്രയേറെ മഹത്വം രാധാറാണിക്കുണ്ട്. ഭൂമിദേവിയുടെ ആവശ്യപ്രകാരം, അപേക്ഷപ്രകാരം ഭഗവാൻ ഭൂമിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന സമയം രാധാറാണി ചോദിക്കും, എന്നെ കൂടാതെ എങ്ങനെ അങ്ങേക്ക് പോകാൻ പറ്റും? അപ്പം പറയും, രാധാറാണിയും വന്നോളൂ, പക്ഷേ വൃന്ദാവനവും യമുനവും വെളിഞ്ഞങ്ങളും ഒന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ വരും? അപ്പം ഗോലോക വൃന്ദാവനത്തിലെ അതേ വൃന്ദാവനത്തെയാണ് ഭഗവാൻ ഭൂമിയിൽ സൃഷ്ടിച്ചത്, ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൃഷ്ണഭക്തിയിലെത്തിയിരിക്കുന്നത്. രാധാറാണിയുടെ അഹൈതുകമായ കാരുണ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനോട് നമുക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമ്മൾ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം എനിക്ക് തോന്നുന്നത് നമ്മൾ 51-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചു അല്ലേ, പഠിച്ചു. ഇനി ഞാൻ 2-ാമത്തെ അധ്യായത്തിലെ ഏതൊക്കെ ശ്ലോകം ബൈഹേർട്ട് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പിന്നീട് കുറിച്ച് തരാം. കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, അത് നമ്മൾ കാണാതെ പഠിക്കണം. എന്തോ 52 എടുത്തോ? 51 എടുത്തു. കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം തിക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. പ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അല്ലേ? അത് എടുത്തിട്ടുണ്ട്. 45 വരെയാണ് എടുത്തത്. അല്ല, 45 കഴിഞ്ഞു. അതെ, 2 ശ്ലോകം കവർ ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. 2 ശ്ലോകം ഇല്ലാത്ത ദിവസം 2 ശ്ലോകം കവർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് അതിനങ്ങേ ആഴ്ച. അപ്പം 46-ാമത്തെ ശ്ലോകം യോഗസ്ഥ കുരു കർമാണി സംഘം ത്വക്ത്വാ ധനഞ്ജയ സിദ്ധി സിത്തു സമോഭൂത്വ സമത്വം യോഗ ഉച്ചതി. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ യോഗിയുടെ ഒരു നിർവചനമാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ചെയ്യാനുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യണം. ഒരു പക്ഷേ നമുക്ക് ജയമായിരിക്കാം, പരാജയമായിരിക്കാം. കാര്യം എല്ലാവരും ഒരേപോലെ പരിശ്രമിക്കുകയാണ്, പക്ഷേ പരിശ്രമത്തിനാണ് മുൻതൂക്കം. അപ്പൊ അതിന് തോൽവി എന്നൊരു കാര്യത്തെപ്പറ്റി നീ ചിന്തിക്കുകയേ ചെയ്യരുത്. അതേസമയം ജയവും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? മാക്സിമം നമ്മൾ എഫർട്ട് എടുത്ത് നമ്മൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ഭൗതിക ലോകമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സിനിമ. സിനിമ ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഒരു നടനും ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ
എനിക്ക് നല്ല റോള് കിട്ടണം അല്ലെങ്കിൽ മെയിൻ നടൻ അവാർഡ് കിട്ടണമെന്ന് പറഞ്ഞിട്ടല്ല ആ സിനിമ ചെയ്യുന്നത്. ആ സിനിമയിലെ കഥാപാത്രങ്ങളെ പിന്നീട് എടുത്ത് സെലക്ട് നോക്കുകയാണ് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് വ്യത്യാസം. അവര് അവരുടെ കഥാപാത്രത്തെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു. വേദന ഒരു സൈഡില്, പക്ഷെ ആ വേദനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരെ മാക്സിമം എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ, അതാണ് അവിടെ നോക്കിയത്. അതിന്റെ ഒരു ആകത്തുകയാണ് പിന്നീട് വരുന്ന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്നു, കിട്ടാതെ പോകുന്നു എന്നൊക്കെ ഉള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം നല്ല രീതിയിലായിരിക്കണം, നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. പിന്നെ ദുരേണാഹി വരം കർമ്മ ബുദ്ധിയോഗോ ധനം ചെയ്യ ബുദ്ധോ ചരണമന്യച്ച കൃപണാഫലേഖതവ. അല്ലയോ ധനം ചെയ്യ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തി സേവനത്തിൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപേണ ഭിഷിക്കുള്ളവരാണ്. ഇപ്പം കർമ്മം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും തീർത്തും A to Z മൊത്തം എനിക്ക് തന്നെ അനുഭവിക്കണം, വേറെ ആരും കൊണ്ടുപോകരുത് എന്ന് പറയുന്നവൻ പിശുക്കനാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അതിനെയും നമ്മൾ എടുക്കേണ്ടി വരും. കാര്യം നല്ലത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ, അപ്പൊ നീ ചീത്ത വന്നപ്പം നിനക്ക് തരാൻ പറഞ്ഞു. ഇല്ല, ചില കൊച്ചു കുട്ടികളെ ആഹാരം കഴിക്കുമ്പം കൊടുക്കത്തില്ല, വേണ്ടാതെ വരുമ്പോൾ കടിച്ചു തുപ്പിയിട്ടുണ്ട് കൊടുക്കുക, എന്നാ കഴിച്ചോ എന്ന് പറയും. ശരിയല്ലേ? ചില കുട്ടികൾ ചെയ്യാറുണ്ട്, ശരിയല്ലേ? അപ്പം ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പാടില്ല. നമ്മള് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ള ചിന്തയും നമുക്ക് വേണം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭയ സുഹൃത പുഷ്കൃതേ തസ്മാത് യോഗായുജ്യസ്യ യോഗ കർമ്മസു കൗശലം. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം. എന്തിനാണ് ഭക്തിയുത സേവനം എന്നാണ് പിന്നീട് എടുത്ത് പറയുന്നത്. ചിലർ പറയും 55-ാമത്തെ 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് പ്രായമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ പോരെ. ഇതൊക്കെ നമ്മൾ സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈഹലോകത്തിൽ തന്നെയും നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നമുക്ക് മുക്തനാകാം. ഈഹലോകത്തിൽ, അതായത് ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഗൃഹസ്ഥ ജീവിതത്തിലെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെ. ചിലര് അവിടെയാണ് ചില കാര്യങ്ങൾ ഇത് നമ്മൾ നടക്കുന്ന വഴിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ എഴുതും വിഷ്ണുപാദം പൂകി. എഴുതാൻ വളരെ സുഖമുണ്ട്, ആ സമയത്ത് മാത്രമേ വിഷ്ണുവിനെ ചിന്തിക്കത്തുള്ളൂ. വിഷ്ണുപാദം പൂകി, അന്നേ വരെ വിഷ്ണുവിനെ സ്മരിച്ചിട്ട് പോലും കാണത്തില്ല. എന്നാൽ അവർക്ക് ആഗ്രഹമുണ്ട്, മരിച്ചുപോയി എന്ന് എഴുതാൻ പറ്റത്തില്ല. വിഷ്ണുപാദം പൂകിയത് എന്ത് ഗ്യാരണ്ടിയാ വിഷ്ണുപാദം പൂകി എന്ന് പറയാൻ വേണ്ടിയിട്ട്? എന്ത് യോഗ്യതയാ വിഷ്ണുപാദം പൂകി എന്ന് എഴുതാൻ വേണ്ടിയിട്ട്? ജീവിതത്തിൽ ഒരു തരത്തിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും ഏകാദശി വ്രതമനുഷ്ഠിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും ക്ഷേത്രത്തിൽ പോയി തൊഴുതിയിട്ടില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലെന്ന് പറയും. അവസാനം മരിക്കുമ്പോൾ എഴുതും വിഷ്ണുപാദം പോകി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പം അവർക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, വിഷ്ണുപാദത്തിലോട്ട് പോകണം. അത്രയെങ്കിലും അത് അവരോട് അത്രയെങ്കിലും നന്ദി, അത്രയെങ്കിലും ഒരു നോളജ് അവർക്കുണ്ടല്ലോ, വിഷ്ണുപാദത്തിലോട്ട് തന്നെ പോകണം. എന്നാലേ പുനരഭിജനനം പുനരഭിമരണം അത് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അതിനെവിടെങ്കിലും ഈ എഴുതിയവരോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അതിനവർക്ക് തർക്കമില്ല. ഹരേ കൃഷ്ണ. അപ്പം വീണ്ടും നമ്മൾ വായിച്ചു, കർമ്മജം ബുദ്ധിയുക്തോ ഹി ഫലം തിക്തോ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യവ്യയം. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു, സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇതാണ് യഥാർത്ഥമായ ഒരു അവസ്ഥ. നമുക്ക് ക്ലേശകരമായ അടുത്തൊരു ജന്മം ഉണ്ടാകരുത്. യഥാർത്ഥത്തിൽ വൈഷ്ണവര് ജന്മം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ ജന്മം എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയും നല്ല രീതിയിൽ ഭഗവാനെ ഭക്തരെ സേവിക്കാനുള്ളൊരവസരം. അവിടെയാണ് ചില കവികൾ പറയുന്നത്, ഒരു പുൽക്കൊടിയായെങ്കിലും വൃന്ദാവനത്തിൽ നിന്റെ പാദങ്ങളിൽ തഴുകാൻ എനിക്ക് ഭാഗ്യം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കവികള് പാട്ടെഴുതാൻ. അപ്പം ആ ഒരു ഭക്തിയുത സേവനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ വരികയാണ്. യഥാതേ മോഹകലിലം ബുദ്ധിർവിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രീമദ് ഭഗവത്ഗീത ഗീതാ വിഷയ സംഗ്രഹം
അധ്യായം 2, 52-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം. യഥാ തേ മോഹകലിലം. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച ശ്രോതവ്യസ്യ ശ്രുതസ്യ ച യഥാ തേ മോഹകലിലം യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശബ്ദാർത്ഥം പ്രഭുപാദ കി ജയ്. യഥാ യാതൊരിക്കൽ തേ നിന്റെ ബുദ്ധിപൂർവമായ ദിവ്യസേവനം മോഹകലിലം മായയാകുന്ന കാടിനെ വ്യതിതരിഷ്യതി ശരിയായി തരണം ചെയ്യുമോ. തഥാ അപ്പോൾ ശ്രോതവ്യസ്യ കേൾക്കേണ്ടതിനെ കുറിച്ചും ശ്രുതസ്യ ച കേട്ടതിനെ കുറിച്ചും നിർവേദത്തെ വിരക്തി ഭാവത്തെ ഗന്ധാസി നീ ഗമിക്കും, അല്ലെങ്കിൽ നീ പ്രാപിക്കും. വിവർത്തനം ആവർത്തനത്തുള്ള ശ്രീ പ്രഭുപാദക്കിജി. നിന്റെ ബുദ്ധി വ്യാമോഹത്തിന്റെ കൊടും കാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. എന്താണ് വ്യാമോഹം? അമിതമായ ഭൗതിക താല്പര്യങ്ങൾ, അല്ലെങ്കിൽ മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നങ്ങൾ. ഈ ഒരു വ്യാമോഹം, ആ വ്യാമോഹത്തിന്റെ കൊടും കാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ് എന്ന ഒരു നിശ്ചലമായ, അതായത് ഓളങ്ങളൊന്നുമില്ലാത്ത ഒരു സമുദ്രത്തിന്റെ പ്രതലം അതേപോലെ നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കും. ഇതാണ് പറയുന്നത്. അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം. അപ്പം യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഹരേ കൃഷ്ണ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഹരേ കൃഷ്ണ. മീരാജി. ഹരേ കൃഷ്ണ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഹരേ കൃഷ്ണ. സുമാജി. ഹരേ കൃഷ്ണ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഹരേ കൃഷ്ണ. ഭാസ്കരൻ പ്രഭു. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഹരേ കൃഷ്ണ. ശ്യാമസുധീർ പ്രഭു. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ
च। ഹരേ കൃഷ്ണ. ഘനശ്യാം ഭഗവത്ഗീത എടുത്തിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല, ഭഗവത്ഗീത എടുത്തിട്ടില്ല. എടുത്തു വെക്കൂ. ഓക്കെ, 2-ാമത്തെ അധ്യായം 52-ാമത്തെ ശ്ലോകം കേട്ടോ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. സ്മിത മാതാജി ചാറ്റ് ബോക്സിൽ ഇട്ടുകയും ചെയ്തു. ഓക്കെ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. കനശാമന് ചാറ്റ് ബോക്സ് കിട്ടിയോ? ചൊല്ലിക്കോളൂ. യഥാ തേ മോഹകവിലം ബുദ്ധിർവൈതീര്യശൈതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ബുദ്ധിർവ്യതിതരിഷ്യതി. ബുദ്ധിർവ്യതിതരിഷ്യതി. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. നിന്റെ ബുദ്ധി വ്യാമോഹത്തിന്റെ കൊടും കാടിനെ പിന്നിട്ട് പോയാൽ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായിത്തീരും. നമ്മൾ കേൾക്കുന്നതിനോടെല്ലാം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനം കിട്ടത്തില്ല. നല്ലതും ചീത്തയും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. നല്ലതിനും നമ്മൾ പ്രതികരിക്കാൻ പോകണം, ചീത്തയ്ക്കും പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടേയിരിക്കും. അവസാനം ജീവിതത്തിൽ ഒരു മനസമാധാനവും കിട്ടത്തില്ല. അപ്പൊ ഇവിടെ അതാ പറഞ്ഞത്. ഭാവാർത്ഥം ബൈ ശ്രീ ശ്രീ പ്രഭുപാദ കീ ജയ്. ഭാവാർത്ഥം സ്മിതമായി ഭാവാർത്ഥം വായിച്ചു. ഭക്തന്മാരുടെ ജീവിതകഥകളിൽ അവർ ഭഗവത് സേവനത്തിൽ മുഴുകുകയാൽ വേദോക്തങ്ങളായ ചടങ്ങുകളിൽ ഉദാസീനരായതിന് നല്ല ഉദാഹരണങ്ങൾ വേണ്ടുവോളമുണ്ട്. കൃഷ്ണനെ കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെപ്പറ്റിയും ശരിക്കറിയുന്ന ഒരാൾ അനുഭവ സമ്പന്നനായൊരു ബ്രാഹ്മണനായാലും ശരി, ഫലോധിഷ്ഠിത കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. ഭക്തി പരമ്പരയിൽപ്പെട്ട ഒരു മഹാചാര്യനും ഉത്തമ ഭക്തനുമായ ശ്രീ മാധവേന്ദ്രപുരി പറയുന്നു: സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതോ ഭോ സ്നാനതുഭ്യം നമോ ഭോ ദേവ പിതരശ്ച തർപ്പണ വിധൗ നാഹം ക്ഷമയതാം യത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തമസ്യ കംസദ്വിഷഃ സ്മാരം സ്മാരം അഹം ഹരാമി തദലം മന്യേ കിം അന്യേന മേ. അല്ലയോ ത്രിസന്ധ്യാ പ്രാർത്ഥനകളെ, നിനക്കു മംഗളം. സ്നാനമേ നമസ്കാരം. ദേവന്മാരെ, പിതൃക്കളെ, നിങ്ങളെ ആദരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഞാൻ എവിടെയിരുന്നാലും യദുവംശോത്തമനായ കംസവൈരിയെ മാത്രം ഓർക്കുന്നു. ആ സ്മരണ കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തനാകാം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രാരംഭകർക്ക് വേദോക്തങ്ങളായ ക്രിയാനുഷ്ഠാനങ്ങൾ ഒഴിച്ചുകൂടാത്തവയാണ്. ദിവസം തോറും 3 നേരത്തെ പ്രാർത്ഥന, പ്രഭാത സ്നാനം, പിതൃതർപ്പണം എന്നിവ അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെയും ദിവ്യപ്രേമത്തോടെയും സേവനം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണത നേടിക്കഴിഞ്ഞതുകൊണ്ട് ഇവയിൽ ശ്രദ്ധിക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ച് വിജ്ഞാനവേദിയിലേറാൻ സാധിച്ച ഒരാൾക്ക് വേദവിഹിതങ്ങളായ തപസ്യകളോ യജ്ഞങ്ങളോ തുടർന്നു പോകേണ്ടതില്ല എന്നു മാത്രമല്ല, വേദങ്ങളുടെ ഉദ്ദേശം തന്നെ കൃഷ്ണനിലേക്ക് നയിക്കാനാണെന്ന് മനസ്സിലാക്കാതെ അത്തരം ചടങ്ങുകൾ അനുഷ്ഠിച്ചു വരുന്ന ആൾ സമയം പാഴാക്കുകയാണ് താനും. കൃഷ്ണാവബോധമാർന്ന മനുഷ്യൻ ശബ്ദബ്രഹ്മത്തെ അഥവാ വേദോപനിഷത്തുക്കളുടെ മേഖലയെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിനകത്ത് 1-2 ചില കാര്യങ്ങൾ പറയാം. നമുക്ക് മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകത്ത് ഉണ്ടാവാം. സ്വാഭാവികമാണ്. വൈദിക ഗ്രന്ഥങ്ങൾ, വൈദിക സാഹിത്യങ്ങളും നമ്മുടെ ഭക്തിയുടെ ഭാഗമാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതില് നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വഴി, അതായത്
സർവസ്യജാഹം കൃതിസന്നിവിഷ്ടു മത്ത സ്മൃതിജ്ഞാനം അബോഹനം ച വേദൈശ്ച സർവീർ അഹമേവ വേദ്യു വേദാന്തകൃത് വേദ വിദേവചാഹം. ഈ ഒരു ശ്ലോകത്തിന്റെ പൊരുളാണ്. അപ്പൊ നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യും, അല്ലെങ്കിൽ നമ്മളെല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യും, അനുഷ്ഠാനങ്ങൾ ചെയ്യും, പക്ഷെ അതിന്റെ അർത്ഥം അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാമായണം വായിച്ചതുപോലെ രാമായണത്തിന്റെ എല്ലാ ഫലശ്രുതിയിലും എല്ലാ ഗ്ലോറിഫിക്കേഷനിലും ഒരൊറ്റ വാചകമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഉപദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ശരണാഗതി. ഈ ശരണാഗതിയെ പറ്റി അറിയാതെ 365 ദിവസവും രാമായണം വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? ശരിയോ തെറ്റോ? രാമായണം വായിച്ചിട്ട് ഭഗവാന് ശരണാഗതി നേടിയില്ലെങ്കിൽ ആ രാമായണം വായിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ ഭക്തിയുടെ തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഭൗതിക ജീവിതത്തിൽ, തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്ക്, വൈകിട്ട് 7 മണിക്ക് 8 മണിക്ക് വന്നിട്ട് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാനുള്ള തിരക്ക്, അതിൻ്റെ കൂട്ടത്തിൽ ക്ഷീണം, ഇതെല്ലാം കഴിയുമ്പം ഈ വൈദിക ഗ്രന്ഥങ്ങളിൽ വൈദിക സാഹിത്യത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സമയം പോലെ ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ പ്രിലിമിനറി ആക്ടിവിറ്റിയാണ് ഒന്ന്. ആദ്യം ഇതം സംബന്ധമായി ചെയ്യേണ്ടതാണ് 3 നേരം സന്ധ്യാവന്ദനം. എത്ര പേര് ചെയ്യുന്നു? വൈദിക സാഹിത്യത്തിന് അതിന് കോമ്പൻസേഷൻ ആയിട്ട് വേറൊന്നുമില്ല. എത്ര പേര് ചെയ്യുന്നു? ഇല്ല, ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കുഴപ്പമല്ലത്, സാഹചര്യമാണ്, കലിയുഗമാണ്, തിരക്ക് പിടിച്ച ജീവിതമാണ്. അപ്പൊ ഇവിടെ സിമ്പിളായിട്ട് ഭാഗവത ധർമ്മം പറയുന്നു. എന്താണ് ശരിക്കും നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഠിപ്പിക്കുന്നു. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരദോക്ഷജേ അഹൈദികി അപ്രതിഹത യഥാത്മാ സുപ്രീസുതി. ഭാഗവതം പറയുന്നതാണ്. സവൈ പുംസാം പരോ ധർമ്മോ, സർവാതിശയായ ഭഗവത് ഭക്തിയുടെ സേവന പ്രാപ്തിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടായി കഴിഞ്ഞാൽ വൈദികപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഭഗവാൻ കോമ്പൻസേറ്റ് ചെയ്യും. അല്ലാതെ കോമ്പൻസേറ്റ് ചെയ്യത്തില്ല. അവിടെയാണ് വിഷയം. അവിടെ നേരിട്ട് ആ ദേവന്മാരുമായിട്ട് കടപ്പാട് വരും ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ടില്ല, ഭഗവാന്റെ അടുത്ത് പോയിട്ടുമില്ല, നമ്മൾ ത്രിസന്ധ്യാവന്ദനം ചെയ്തതുമില്ല. നമ്മൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതല്ല, ചെയ്യാൻ സാഹചര്യം ഉണ്ടായില്ല. എല്ലാം കഴിയുമ്പോഴായിരിക്കും, ജീവിതത്തിൽ ആകെ പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മുടെ അവസാനത്തെ അത്താണി എന്ന് പറയുന്ന പോലെ നമ്മളൊരു ജ്യോതിഷനെ കാണാനൊക്കെ പോകും. ഒരു ജ്യോതിഷനെ കാണാൻ പോകുമ്പോഴായിരിക്കും ജ്യോതിഷം പറയുന്നത് ഒരുപാട് കടങ്ങളുണ്ട് കേട്ടോ, അവിടെ പോയി അത് ചെയ്യണം, ഇവിടെ പോയി ഇത് ചെയ്യണം, നിങ്ങൾ പിതൃപൂജ ചെയ്തിട്ടില്ല, ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തിട്ടില്ല, മറ്റു കാര്യം ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. അവസാനം കലിയുഗത്തിലെ ഒരേ ഒരു പോംവഴിയായ ഹരേ കൃഷ്ണ മഹാമന്ത്രവും നമ്മൾ ജപിച്ചില്ല. ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചായിരുന്നെങ്കിൽ ഈ കോമ്പൻസേഷൻ എല്ലാം നമുക്ക് കിട്ടിയ അതും ചെയ്തില്ല. അപ്പം ഭാഗവത വിധി പറയുന്നു, സവീ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരദോക്ഷജേ അഹയുതി അപ്രതിഹത യഥാദോ സുപ്രീസതി. നമ്മള് ഭഗവാനെ നിഷ്കളങ്കമായി നിർവികാരമായി ഭഗവാനെ സേവ ചെയ്യണം. അപ്പം 2 മാർഗങ്ങളാണ് ഭൗതിക ജീവിതത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. പ്രവൃത്തി മാർഗം, 2 നിവർത്തി മാർഗം. നോട്ട് ചെയ്ത് വെക്കണം. പ്രവൃത്തി മാർഗം, 2 നിവർത്തി മാർഗം. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 24 മണിക്കൂറും പണി ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. ഇത് ചെറിയ ഉറുമ്പ് മുതൽ വലിയ തിമിംഗലം വരെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. മനുഷ്യന്മാർ മാത്രമല്ല, ഇന്ദ്രിയ ആസ്വാദനങ്ങളുടെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ചവച്ച് തുപ്പുന്നത് വരെ നമ്മളെടുത്ത് വീണ്ടും ചവച്ചുകൊണ്ടേയിരിക്കും. അവസാനം ചവച്ച് തുപ്പുന്നതെടുത്ത് ചവയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനൊരു വിഷമുണ്ടാവും. ആ വിഷത്തിന്റെ റിയാക്ഷൻ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് പ്രവൃത്തി മാർഗം. ഭാഗവതത്തിൽ 2ാമത് വേറൊരു മാർഗം പറയുന്നു, നിവർത്തി മാർഗം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്കൊരു ജന്മം കിട്ടി, ആ ജന്മത്തിൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു.
അതെല്ലാം ഭഗവാന് തിരിച്ചു സമർപ്പിക്കുന്നു. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നു. അവിടെയാണ് ദുഃഖവും സന്തോഷവും വരുമ്പോഴെല്ലാം നമ്മൾ നിർവികാരതയോടെ നമുക്ക് ഇരിക്കാൻ ഒരു മനസ്സിനൊരു സ്ട്രെങ്ത് കിട്ടുന്നത്. എല്ലാവർക്കും ഒന്ന് സമാധാനിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഓ, കഷ്ടമായി പോയി കേട്ടോ. ഇപ്പൊ മീരാജിയുടെ പല്ലുവേദന ഞാൻ വിളിച്ചു ചോദിച്ചു, മീരാജി പല്ലുവേദന എങ്ങനെ ഉണ്ട്? ഭയങ്കര വേദനയാ. എന്താ മതി, ഭയങ്കര പല്ലുവേദന കേട്ടോ, സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഏറ്റവും വലിയ വേദന പല്ലുവേദന തന്നെയാണ്. എനിക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റത്തുള്ളൂ. മീരാജിയുടെ പല്ലിനകത്ത് കയറി ഇരുന്നിട്ട് ആ പല്ലിനെ തലോടാനോ അല്ലെങ്കിൽ വേദന ഇല്ലാക്കാനോ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് വ്യത്യാസം. അപ്പം ശാശ്വതമായ ഒരു ആനന്ദം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ആനന്ദത്തെ പറ്റിയാണ് ഭാഗവതം പറയുന്നത്. നിവർത്തി മാർഗം, അതിനെ ഒന്നുകൂടെ വിശദമാക്കുന്നു. അനർത്ഥ നിവർത്തി. അനർത്ഥങ്ങൾ നമ്മൾ പണ്ടുള്ളവർ പറയും, ഓ മൊത്തം അനർത്ഥങ്ങളാണെന്ന് പറയും. എന്ന് പറഞ്ഞാല് എന്തെടുത്തു കഴിഞ്ഞാലും അമംഗളകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം ആ അനർത്ഥങ്ങളിൽ നിന്നുള്ള നിവർത്തി, അനർത്ഥ നിവർത്തി, അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല. നമ്മൾ നേരത്തെ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. അർജുനൻ 18 ദിവസവും യുദ്ധം ചെയ്തു. അർജുനൻ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അർജുനന്റെ ഓരോ രോമകൂപങ്ങളിലും ഭഗവാന്റെ സ്മരണയായിരുന്നു. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. ഈ ഒരു ചിന്തയാണ് എന്ന് പറഞ്ഞിട്ട് അർജുനൻ എനിക്ക് നാമം ജപിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല എന്ന് അർജുനൻ പറഞ്ഞില്ല. എനിക്ക് നാമം ജപിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് നാമം ജപിക്കാനുണ്ട് എനിക്ക് കുട്ടികൾ വേണ്ട എന്ന് അർജുനൻ പറഞ്ഞില്ല. അതാണ് അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ അർജുനനെങ്കിലും ആകാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ അഭിസംബോധന ചെയ്തത് ഗുഡാകേശൻ. നിദ്രയിൽ നിന്ന് നിദ്രയെ ജയിച്ചവൻ. നിദ്രയെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓരോ നിമിഷവും പ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ, ഓരോ നിമിഷവും അനുനിമിഷം ഭഗവാന്റെ സ്മരണയോടെ മുന്നോട്ട് പോകണം. അതാണ് അർജുനൻ ചെയ്തത്. എന്നാൽ ജീവിതത്തിൽ വളരെ മനോഹരമായ ജീവിതത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം അർജുനൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ റിസൾട്ടുകളെല്ലാം, ഫലങ്ങളെല്ലാം അത് ഭഗവാന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് അർജുനൻ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അപ്പം അതിന് പ്രഭാതര് നല്ലൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞെന്ന് പറഞ്ഞാല്, ഇപ്പം സുമാജിയെ നമുക്ക് എടുക്കാം. സുമാജിയുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷം, ആനന്ദം ആരിലൂടെയാണ് വരുന്നത്? ആരിലൂടെയാണ്? ആ സമയം പോക്കൽ ആരിലൂടെയാ? എന്റെ ജീവിതത്തിലാ ഇപ്പോഴത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സ്നിഗ്ധയിലൂടെ, ആ ഒരു നമ്മുടെ പേരക്കുട്ടിയുടെ കൂടെ. ഈ പേരക്കുട്ടിയിൽ നിന്ന് സുമാജി വളർന്നു വരുമ്പം എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്യുന്നത്? ആണോ? അല്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു തരത്തിലുള്ള ഒരു സേവനമാണ്. ആ പേരക്കുട്ടിയെ നോക്കുക, എടുത്തുകൊണ്ടു പോവുക, കുളിപ്പിക്കുക, കളിപ്പിക്കുക, ഇതൊക്കെ ഒരു സേവനമാണ്. ആ കുഞ്ഞ് മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇതേപോലെ ഒരടുപ്പം ഭഗവാനുമായിട്ടുണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സന്തോഷത്തോടെ ആ സേവിക്കുന്ന ഒരു അത് അവിടെ വരുമ്പോഴാണ്, ആ ഒരു തലത്തിലെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ക്ലേശങ്ങളെയും നമുക്ക് അതിക്രമിക്കാൻ പറ്റും. അപ്പൊ അടുത്ത ശ്ലോകം അത് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം ഹോംവർക്കായിട്ട് തരും. ശ്രുതി വിപ്രതിപന്ന തേ യഥാ സ്ഥാസ്യതി നിശ്ചലു സമാധാവചല ബുദ്ധിർ തഥാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്ന തേ. റിപ്പീറ്റ് ചെയ്യാം. ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചലോ സമാധാവചല ബുദ്ധിർ തഥാ യോഗമവാപ്സ്യസി. ശബ്ദാർത്ഥം വൈകി ശ്രീ ശ്രീ റഹുപാദക്ക് ജി. ശ്രുതി വിപ്രതിപന്ന, വേദവാക്യ അനുസൃതമായ കാമ്യകർമ്മങ്ങളാൽ പ്രേരിപ്പിക്കപ്പെടാതെ
തേ ബുദ്ധി നിന്റെ ബുദ്ധി യഥാ യാതൊരിക്കൽ സമാധൗ അതീന്ദ്രിയ ബോധാവസ്ഥയിൽ അഥവാ കൃഷ്ണാവബോധത്തിൽ നിശ്ചലം യാതൊന്നിലും ആകർഷിക്കപ്പെടാതെ അചല സ്ഥിരമായി സ്ഥാസ്യതി സ്ഥിതി ചെയ്യും. തഥാ അപ്പോൾ യോഗം ആത്മസാക്ഷാത്കാരത്തെ അവാപ്സ്യസി നീ പ്രാപിക്കും. യോഗ സാക്ഷാത്കാരത്തെ ഭഗവത് പ്രാപ്തി നമുക്ക് കിട്ടും. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീ പ്രഭുപാദയ്ക്ക് ജി. എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ ദിവ്യ അവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകും. അതായത് വേദങ്ങളിൽ ഒരുപാട് നമുക്ക് ആകൃഷ്ടമായ ചില ശ്ലോകങ്ങളുണ്ട്, അല്ലെങ്കിൽ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങള് പൊരുളറിയാതെ മന്ത്രങ്ങളുടെ പുറവേ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വശം പെട്ടുപോകും. അപ്പം വശപ്പെട്ടു പോകുമ്പം വരും. അപ്പൊ അങ്ങനെ വരുമ്പം താൻ കൃഷ്ണന്റെ ഭാവാർത്ഥത്തിൽ വരുന്നു. സമാധിസ്ഥനായതിൽ പൂർണ്ണമായും കൃഷ്ണാബോധം നേടിയവൻ എന്നർത്ഥം. പൂർണ്ണ സമാധി കൈവരിച്ച മനുഷ്യൻ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും അറിഞ്ഞു കഴിയും. താൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്നും കൃഷ്ണ അവബോധപൂർവം കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് തൻ്റെ കടമയെന്നും അറിയുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമകാഷ്ഠ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ആത്മസാക്ഷാത്കാരം, ആനന്ദത്തിന് കിട്ടാനുള്ള പരമമായ ഉത്തരം എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂട്ടി അഹൈതുകമായ ഭക്തിയുത സേവനമാണ്. ഏതൊരു തരത്തിലും ആയിക്കോട്ടെ. ഒന്നുകിൽ ഇത്തിരി വെള്ളം കൊണ്ടുവെക്കുക, ഇല്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിക്കുക. അല്ല ഇന്ന് എനിക്കൊരു മാല കെട്ടാം, എന്നാ മാല കിട്ടിയിടുക. ഇന്ന് വെറുതെ ഇരിക്കല്ലേ, ഒരിത്തിരി പായസം വെച്ച് ഭഗവാൻ കൊടുക്കുക. ജന്മാഷ്ടമി വരുന്നു, ഒരുപാട് ചെലവുകളുണ്ട് ക്ഷേത്രങ്ങളിൽ. എൻ്റെ ഇതായിട്ട് കുറച്ച് സംഭാവന ഇരിക്കട്ടെ. ഇതെല്ലാം ഭക്തിയുത സേവനത്തിൽ വരുന്നതാണ്. ഇപ്പം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാം തന്നെ തറയിൽ നമ്മൾ ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും നടക്കുമ്പോൾ നടപ്പാതയിലുള്ള ഒരു വീണ് കിടക്കുന്ന ഒരു പൂവിനെ മാറ്റുന്നത് പോലും ഭക്തിയുത സേവനം. അതുപോലും ഭഗവാൻ ഭക്തിയുത സേവനത്തിന്റെ ലിസ്റ്റിൽ പെടുത്തും. അങ്ങനെ വരുമ്പം നമുക്ക് അതിൻ്റെതായ ജീവിതത്തിൽ ഭഗവാൻ അതിൻ്റെ കമ്മീഷൻ തിരിച്ചു തരും. തീർച്ചയായിട്ടും നമുക്ക് അറിയത്തില്ല. നമ്മളുടെ പ്രയാസങ്ങൾ ഒരുപക്ഷെ ലഘുവായി കിട്ടുന്നത് ഇത്തരം ഭക്തിയുത സേവന കർമ്മങ്ങളുടെ ചില റിഫ്ലക്ഷൻ മാത്രമാണ്. ഹരേ കൃഷ്ണ. അപ്പം ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിന്റെ 52-53 ശ്ലോകങ്ങൾ കടന്നു പോകുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലായത്. ഒന്ന് നിവർത്തി മാർഗം, 2-ാമത്തെ പ്രവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം നമ്മൾ ചെയ്യുന്നതുപോലും നമുക്കൊന്നും അറിയാതെ ഭൗതിക അഭിലാഷങ്ങൾ മലർപ്പൊടിക്കാരത്തിന് ദിവാസ്വപ്നം പോലെ പുറകെ നടക്കുകയും അവസാനം ആ കലമെല്ലാം ഉടഞ്ഞ് നമ്മുടെ മുഖത്ത് ആ പൊടിയെല്ലാം വീഴുന്നത് പോലെയും ആകും. അതേസമയം നിവർത്തി മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ ലാളിച്ച് നമുക്ക് കിട്ടാവുന്നതെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ട്, നാളെ അവൻ എനിക്കിത് ചെയ്തു തരും എന്നൊന്നുമല്ല ആ അമ്മ മകനെ അല്ലെങ്കിൽ ആ പേരക്കുട്ടിയെ വളർത്തുന്നത്, ഒന്നും പ്രതീക്ഷിക്കാതെയാണ്. അതുപോലെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും, ജീവിതത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഇതിലെ വാദപ്രതിവാദങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പിട്ട് ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ. കമല റെഡിയാണോ? ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, വീഡിയോയിലും വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിരഹ പാണ്ഡു മുരാരി മൂകാംബുജദ്യുതിഃ ഹയം തിരയന്നപി വേദനാം വിദുരതീവ തനോതി മനോ ഭുവ സുഹൃദേ ഹയേ ഹൃദയേ മദനാവ്യതാം.
समुदितमदने रमणीवदने चुम्बनचलितादरे हये सखि मृगमदतिलकं लिखति सपुलकं मृगमदतिलकं लिखति सपुलकं मृगमिव रजनीकरे गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना गणचय रुचिरे रचयति चिकुरे तरलिता तरुणानने हये सखि कुरपक कुसुमं सफला सुश्यामं कुरपक कुसुमं सफला सुश्यामं रतिपति मृहकानने हये सखि रमते यमुना पुलिनवने विजयी मुरारी अधुना घटयति सुघने कुचयुग गगने मृगमदरुचिरुषिते हये सखि मणिसरमामलं तारकपटालं मणिसरमामलं तारकपटालं नगपद शशिभूषिते गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना जितविशकले मृदुभुजयुगले करतलनलिनीदले हये सखि मरकतवलयं मधुकरनिचायं मरकतवलयं मधुकरनिचायं वितरति हिमशीतले गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना रतिगृह जगने विपुलपगने मनसि च कनकासने हये सखि मणिमयरसनं तोरणहसनं मणिमयरसनं तोरणहसनं विकिरति कृतवासने गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना चरण किसलये कमलानिलये नकमणि गणपूजिते हये सखि बहिरपवरणं यावकपरणं बहिरपवरणं यावकपरणं जनयति हृदयोचिते गोपालो रमते यमुना पुलिनवने
पुलिनवने विजयी मुरारी अधुना चरण किसलये कमला नीलये नकमणि गण पूजिते हये सखी बहिरपवरणं यावकबराणं बहिरपवरणं यावकबराणं जनयति हृदयोजिते गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना ध्यायति सदृशं कामपि सुप्रशं कलहलदरशोदरे हये सखी हिमफलमावासं चिरामिह विरासं हिमफलमावासं चिरामिह विरासं वरसगीवितपोदरे गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना इह रसबनने कृतहरिगुणने मधुरिपुपद सेवके हये सखी कलियुग चरितं नवसतु दुरितं कलियुग चरितं नावसतु दुरितं कवीन्द्र जय देवके गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना समुदित मदने रमणी वदने चुंबन चरितादरे हये सखी मृगमद तिलकं लिखति सपुलकं मृगमद तिलकं लिखति सपुलकं मृगमिव रजनीकरे गोपालो रमते यमुना पुलिनवने विजयी मुरारी अधुना हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അഷ്ടപതി അല്ലേ? ഇതിന്റെ കൂടെ അതെ. നമുക്ക് ഇടയ്ക്കയും കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സുഖമാണെന്നറിയാം. ഭഗവാനെ ആരതി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഭഗവാന്റെ ശ്രീകോവിലിനകത്ത് ഇരിക്കുമ്പം പുറത്ത് ഈ ഇടയ്ക്കയുമായിട്ട് അഷ്ടപതി ചെല്ലും. ഈ അഷ്ടപതി കേട്ടിട്ട് ഭഗവാൻ പുളകിതനാവും. എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ്. പുറത്ത് ചെണ്ടവാദ്യവും കാണും, പക്ഷെ അകത്ത് ശ്രീകോവിലിന് അടുത്ത് ഈ ഇടയ്ക്ക ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു സങ്കടകരമായൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം വൈഷ്ണവ കീർത്തനങ്ങളല്ലാതെ എടുത്തിട്ട് കാസറ്റ് പാട്ടുകൾ അഷ്ടപതിയാക്കി ചെല്ലുന്നവരും ഉണ്ട്. ഞാൻ ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും അതും ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു കമല. നന്നായി, നല്ല രസം കേട്ടെ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വളരെ നന്നായി കേട്ടിരിക്കാൻ തോന്നിയിട്ട് കമല. അഷ്ടപതി ഒന്ന് പ്രത്യേകിച്ച് പറയണ്ട. ഹരേ കൃഷ്ണ. സുശീം പ്രഭു പറഞ്ഞോളൂ. നന്നായിട്ട് പാടി.
താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മളതിലൊരു Objection. CD ഉണ്ട് ഇതിന്റെ. അപ്പൊ അത് കണക്ക് തന്നെ തോന്നി. ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് മേടിച്ചാണ് നമ്മുടെ ഹരികൃഷ്ണയുടെ. ഏതാണ്ട് സിമിലർ ആ ഒരു അത് കണക്ക് തന്നെ ഉണ്ട്. ഞാനിത് ആരാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഇപ്പൊ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഹരേ കൃഷ്ണ. നന്നായിരുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഉണർവ് തരുന്ന ഗീതങ്ങളാണ്, വൈഷ്ണവ ഗീതങ്ങളാണ്. അതും വളരെ മനോഹരമായി പാടുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകും ആ നിമിഷം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു പറയൂ ഇന്നത്തെ കാര്യങ്ങൾ, മെസ്സേജസ് എന്ത് പറയും? പ്രഭു അല്ല, ഞാൻ എന്ത് പറയാനാണ്, നമ്മള് ഇല്ല ഭാഗവതത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഈ നമ്മൾ നിരപേക്ഷ സത്യമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ ഫോഴ്സ് ചെയ്യുക. നമ്മൾ സെൽഫ് റിയലൈസ്ഡ് ആവാത്തത് നമുക്ക് ഈഗോ ഉള്ളതുകൊണ്ട്. സിമ്പിൾ, വളരെ സ്ട്രേറ്റ് ആയിട്ട് പറയുന്നു. നമ്മളെ ഫോൾസ് ഈഗോയാണ് നമ്മളെ ഈ നിരപേക്ഷ സത്യവുമായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു ഇടയിൽ നിൽക്കുന്ന സ്ഥാനം. നമുക്ക് അതായത് സറണ്ടർ ചെയ്യാൻ പറ്റാത്തത്, പൂർണ്ണമായ സറണ്ടർ പറ്റാത്തത് നമുക്ക് ഈഗോ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ തലകുത്തിയൊക്കെ വീഴുന്നുണ്ടെങ്കിലും ഈഗോ ഉണ്ട് എന്നകത്ത്. അത് പൂർണ്ണമായും മാറുമ്പോൾ നമ്മൾ സെൽഫ് റിയലൈസ്ഡ് ആവും. നമ്മളെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിലാവും. തീർന്നു. അതെ, അതാണ് ഇതിന്റെയൊക്കെ ഓൾ പ്രാക്ടീസിന്റെ ഉദ്ദേശം. ഈഗോ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കാം. അതെ, അതില്ലാതാവുന്നോ ഇല്ല എന്നുള്ളത് ഓരോരുത്തർ ആലോചിക്കണം. നമുക്കെല്ലാം ഐ മീൻ ആരായാലും. അതുകൊണ്ടാണ് നമുക്ക് പ്രപഞ്ച രഹസ്യം തുറന്നു കിട്ടാത്തത്. അതെ, എനിക്ക് കിട്ടാത്തത്. കാര്യം ഞാൻ പറയുകയാണ്, പ്രഭു പറഞ്ഞതിന്റെ കൂട്ട് ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ഏതോ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ നമുക്കൊരു ചെറിയൊരു അസൂയ ഉണ്ടാവും. അസൂയാരഹിതമായ ഭക്തിയുത സേവനമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ സുശീം പ്രഭു നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടുപോലെ, നമ്മൾ ലീക്കഡ് ബക്കറ്റ് നമ്മളെല്ലാം ചെയ്യുന്നു, പക്ഷേ ബക്കറ്റ് ലീക്കമാണ്, ബക്കറ്റ് മുകളിലോട്ട് നിറയുന്നില്ല. അതിനെ ലീക്കഡ് ബക്കറ്റ് നല്ലൊരു കാര്യമാണ്. അപ്പം അത് എന്നോട് തന്നെയാണ് ചില കാര്യങ്ങൾ ചോദിച്ചത്. അപ്പം അതുണ്ടാകാതിരിക്കാൻ പാടില്ല. അസൂയാരഹിതമായ ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ പറ്റും, എന്തും നേടാൻ പറ്റും. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ആദ്യം കമലയ്ക്ക് താങ്ക് യു. അഷ്ടപതി കേട്ടിട്ട് കുറെ ദിവസമായി കേൾക്കാൻ പറ്റി, വളരെ ഭംഗിയായിരുന്നു. രണ്ടാമത് ഞാൻ പ്രഭു പറഞ്ഞപ്പോ ഞാൻ ഈ ടോപ്പിക് എടുത്തപ്പോ തന്നെ വിചാരിച്ചാൽ സുശീൽ പ്രഭുവിന്റെ അടുത്ത് പറയണം ആ ലീക്കിംഗ് ബക്കറ്റിന്റെ നല്ലതായിരുന്നു എന്നുള്ളത്. മാതാജിയാണ് തോന്നുന്നു അത് അയച്ചത്. ഒരുപാട് നമുക്ക് എന്താ പറയാ ശ്രദ്ധിക്കാനും നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്യാനും എവിടെയുള്ളത് എന്നുള്ളത് കാണിച്ചു തരുന്നതായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പ്രഭു, ഇനി മണ്ഡൽ പ്രഭുവിനോട് ഒരു ചോദ്യം. ഇപ്പൊ നേരത്തെ പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുമ്പോ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പ്രഭു ഒരു പറയണ്ടായിരുന്നു. പൊതുവെയുള്ള എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഇന്ന് ഞാൻ ചെയ്തു, നാളെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എനിക്കത് ബാഡ് ലക്ക്, അല്ലെങ്കിൽ ഭഗവാൻ ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് മോശം എന്തെങ്കിലും സംഭവിക്കില്ലേ, അതുകൊണ്ട് ഞാൻ ഇന്നും ചെയ്യണില്ല, എനിക്ക് എന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതുകൊണ്ട് ഞാൻ എന്താ പറയാ ചെയ്യുന്നില്ല, അപ്പൊ ആ ഒരു എന്താ പറയാ പ്രശ്നം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രഭു നമ്മൾ എങ്ങനെ കൗണ്ടർ ആയിട്ടൊരു ആൻസർ കൊടുക്കും? ഹരേ കൃഷ്ണ. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. എനിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ്, എനിക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഒരു സ്റ്റഡി കോഴ്സ് 4 വർഷത്തെ ആണെന്ന് വിചാരിച്ചു. 4 വർഷത്തെ സ്റ്റഡി കോഴ്സ്. ഫസ്റ്റ് ഇയറിൽ ഈ കുട്ടിയെ വിടാൻ നമുക്ക് സാമ്പത്തികമായിട്ടുണ്ട്, പ്രസന്റ് സിറ്റുവേഷനിൽ ഉണ്ട്. സെക്കൻഡ് ഇയറിൽ എനിക്ക് ഉണ്ടാകുമോ, കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിച്ചു വിടാൻ പറ്റുമോ, അപ്പൊ അതുകൊണ്ട് വേണ്ട എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 1 വർഷത്തെ കോഴ്സ് വല്ലതും ഉണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെടുക്കാം, ഈ വർഷം അടുത്ത വർഷം എങ്ങനെയാണെന്നും പരിതസ്ഥിതികൾ അറിയത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇതിന് ആദ്യത്തെ കാര്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഡെഡിക്കേഷനാണ്. എനിക്ക് എൻ്റെ കുട്ടിയെ, അല്ലെങ്കിൽ എനിക്ക് 4 വർഷത്തെ കോഴ്സിന് പോകണം, എനിക്കത് പഠിക്കണം. ഇത് ആദ്യത്തെ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്താൽ നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു, നമ്മൾ പോകുന്നു, പഠിക്കുന്നു.
രണ്ടാമത്തെ വർഷം എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല, ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ രണ്ടാമത്തെ വർഷവും 3-ാമത്തെ വർഷവും 4-ാമത്തെ വർഷവും നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുന്നു, നമ്മൾ ഹൈ റാങ്കോടുകൂടി പാസ്സാകുന്നു, ഉടൻ ജോലി കിട്ടും. അപ്പൊ നമ്മൾ ചിന്തിക്കുക പുറമോട്ട്, ഞാൻ അന്ന് എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിക്കാതിരുന്നെങ്കിലോ എന്താകുമായിരുന്നു. അപ്പം നമുക്ക് എപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസ്. എനിക്ക് ഇന്ന് ഭഗവാൻ ഓഫർ ചെയ്യാൻ പറ്റും, അത് നീ ചെയ്യുക, നാളത്തെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. എനിക്ക് മനസ്സാണ് നാളെയും എനിക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹം സബലീകരിച്ച് തരേണ്ടത് ഇന്ന് എൻ്റെ നിവേദ്യം സ്വീകരിച്ച ആ സ്വീകർത്താവാണ്. നമ്മുടെ കയ്യിലല്ല. ഫസ്റ്റ് നമ്മൾ ഇട്ടുകൊടുത്തു, നമ്മളെ കണ്ടിന്യൂ ചെയ്യിക്കേണ്ടത് സ്വീകർത്താവാണ്. അപ്പൊ സംശയം മാറിയില്ലേ? നമുക്കാവുമ്പോൾ നമുക്ക് ആവതുപോലെ ചെയ്യുക. രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞു നേഹ അഭിക്രമനാശോസ്തി. ഈ പാതയിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യണം. നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ഭൗതിക ലോകത്തിൽ. നമുക്ക് ഏതിനോടെ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുക, ബാക്കിയൊക്കെ ഭഗവാൻ കാര്യങ്ങൾ ചെയ്തു കംപ്ലീറ്റ് ചെയ്തോളും. ഹരേ കൃഷ്ണ മാതാജി, ഉത്തരം പൂർണ്ണമായോ? അതിന്റെ അർത്ഥം നമ്മൾ ആദ്യം ആഗ്രഹിക്കണം, അപ്പൊ ഭഗവാൻ നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് ഒരുക്കി തരും. സോ ആ ഡിസയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് നടത്തി തരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രഭു പറയുന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത മീരാജിലോട്ട് വരിക. ഹരേ കൃഷ്ണ മാതാജി, പറഞ്ഞോളൂ. പ്രഭു പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പാട്ടോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് വളരെ ഭംഗിയായി, അഷ്ടപതിയോട് കൂടിയിട്ട്. വീണ്ടും ഇനി പാട്ട് മാത്രമല്ല, ഇവരെ കൊണ്ട് ചെറുതറിയ മെസ്സേജ് 2-3 മിനിറ്റ് മെസ്സേജുകളും നമുക്ക് വീണ്ടും തുടങ്ങണം. ഹരേ കൃഷ്ണ. നമ്മുടെ ജനറേഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ജനറേഷനോട്ട് നമ്മൾ വ്യാപിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സുമാജി, ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. എന്തായാലും സന്തോഷം, ക്ലാസ് എല്ലാം കൂടെ നന്നായി. അപ്പൊ സ്നിഗ്ധ അങ്ങോട്ട് നിർവികാരമായിട്ട് അങ്ങ് സ്നേഹിക്കുക, വളർത്തുക. അതോടൊപ്പം ഭഗവാനെ അങ്ങോട്ട് സേവിക്കുക. അതങ്ങനെ തന്നെയല്ലേ പ്രഭു, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെ. ഹരേ കൃഷ്ണ. തമാശക്ക് പറഞ്ഞതാണ്, സന്തോഷം. അല്ല, മാതാജി പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ അവിടെ എന്തെങ്കിലും അമ്മോട് പറഞ്ഞ അമ്മ പറയും എന്തെങ്കിലും നേദ്യം വെച്ചുകൂടെ, എന്തെങ്കിലും ഫ്രൂട്ട്സ്. ഞാനിതൊക്കെ തുടങ്ങി വെച്ചാൽ എന്റെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേ അമ്മ എപ്പോഴും അത് പറയും. പക്ഷെ ഇപ്പൊ അമ്മ കുറച്ച് വെച്ച് തുടങ്ങി, നല്ല ദിവസങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം. ഓക്കെ, ഏകാദശി ദിവസം ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഏകാദശിക്ക് ഒരു അടിപൊളി സംഭവം ആക്കി അങ്ങോട്ട്, അപ്പൊ ഭഗവാനും അത് മനസ്സിലാവും. അതാകുമ്പോ എളുപ്പമുണ്ടല്ലോ. ഞാനിന്ന് പോയി തുളസിമാലയും പിച്ചിപ്പൂമാലയും എല്ലാം മേടിച്ചിട്ട് വന്ന് ഏകാദശി ഭയങ്കര സംഭവമാക്കി വെച്ചു. വല്ലപ്പോഴും ഞാൻ ചെയ്യാറുള്ളൂ അത്. അപ്പൊ അന്നൊരു രസമാണ് എല്ലാം കൂടെ. അപ്പൊ നമ്മളും കുറച്ച് ഇൻവോൾവ് ആയിരിക്കും. ഇപ്പം കഴിക്കാതെ ഇരിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. അന്ന് കുറച്ച് ആക്ടിവേറ്റ് ചെയ്താൽ അത് അപ്പൊ ഡെയിലി എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. ഏകാദശിക്ക് ചെയ്യുന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഘനശ്യാം വീഡിയോയിൽ വരൂ. ഹരേ കൃഷ്ണ. പിന്നെ ഭാസ്കരൻ പ്രഭു പറഞ്ഞോളൂ. ഘനശ്യാം എന്റെ കസേര കയറിയിരിക്കല്ലേ. ഹരശ്യാം. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് മോൾക്ക് നമ്മൾ നമസ്കാരം ചെയ്തു പ്രഭു. അവള് അതുപോലെ തന്നെ നമ്മളെ ഭഗവാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എല്ലാം അവിടെ അർപ്പിക്കുകയാണ് പ്രഭു ഭഗവാന് വേണ്ടി. തീർച്ചയായിട്ടും ഒന്നും പ്രതിഫലം നമ്മൾ ചോദിക്കുന്നില്ല ഭഗവാനോട്. ഭഗവാൻ നമ്മൾക്ക് എന്താ തരാൻ പറ്റുന്നുള്ളത് അത് ഭഗവാന്റെ കഴിവാണ്. നമ്മളായിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മൾ ഭഗവാന് എന്തോ ഓഫർ ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലെ ചാറ്റ് ചെയ്യുക. ഇത് നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ ഭഗവാനോട് നമ്മൾ ചെയ്ത് കാണിക്കാത്ത പ്രതിഫലം ചോദിക്കുന്നില്ല ഭഗവാനോട്. അത്രേ ഉള്ളൂ പ്രഭു പറയാനായിട്ട്. സത്യം. ഹരേ കൃഷ്ണ. നമുക്ക് പിന്നെ ചോദിക്കാനും ഭഗവാനോട് മാത്രമേ ഉള്ളൂ. ചോദിക്കുന്നതിൽ പിന്നെ അതിനകത്ത് അത് വലിയ കുറവുകളൊന്നും അല്ല. കാര്യം നമുക്ക് സംസാരിക്കാൻ പിന്നെ വേറെ ആരുണ്ട്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സേവനം പ്രതിഫലത്തിന് വേണ്ടിയിട്ടായിരിക്കുക. ഇതിനെ രണ്ടിനെയും നമ്മൾ കൂട്ടിവെക്കരുത്.
ഞാൻ നിനക്കിത് ഓഫർ ചെയ്ത് തരുന്നില്ല, നിനക്ക് എനിക്ക് എന്താ ചെയ്തതെന്ന് ചോദിക്കരുത്. അത് സെപ്പറേറ്റ് റിക്വസ്റ്റ് ആയിരിക്കണം, ഓഫറിങ് സെപ്പറേറ്റ് ആയിരിക്കണം. ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം. ആ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നിവേദ്യം ഭഗവാന് ഭക്തിയുത സേവനവുമായിട്ടും ആവശ്യങ്ങൾ ഭഗവാനും നമ്മളെ മറ്റൊരു പേഴ്സണൽ റിലേഷൻഷിപ്പുമായിട്ടും നമ്മൾ കാണണം. ശരിയല്ലേ? ശരിയാണ് പ്രഭു. ഹരേ കൃഷ്ണ. ശ്യാമസുധീർ പ്രഭു, ഹരേ കൃഷ്ണ. ആ പറഞ്ഞോളൂ മാതാജി. തീർച്ചയായിട്ടും. എന്നാലും ആ വീഡിയോയിൽ വരൂ. ഓക്കെ. ആ അപ്പം ശബ്ദം കേൾക്കാനില്ല, വോളിയം കുറവാ. ഘനശ്യാമൻ എന്ത് മനസ്സിലായി? നിവേദ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ആ ഓക്കെ, വെരി ഗുഡ്. അതാണ് ഘനശ്യാമന്റെ അമ്മയെ കണ്ടില്ല, അടുക്കളയില. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, വളരെ സന്തോഷം. സുശീം പ്രഭു, എന്തെങ്കിലും വീണ്ടും സ്പെഷ്യൽ മെസ്സേജസ്? ഉണ്ട്. നമ്മളെ വർക്കല നമ്മളെ മോഡിജി കുറച്ച് സ്ഥലം നമുക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞത് എല്ലാ ഭക്തജനങ്ങളും അറിയിച്ചേക്കാം. ഗവൺമെന്റ് ഗ്രാൻഡ് കൊടുക്കുകയാണ് സ്ഥലം മേടിക്കാനായിട്ട്. അപ്പം ഹരേ കൃഷ്ണക്കാർ ഈ ചൈതന്യ മഹാപ്രഭു പോയ സ്ഥലങ്ങൾ എന്നുള്ള നിലയ്ക്ക് വർക്കലയും കുറച്ചുകൂടെ സ്ഥലം നമ്മൾ മേടിച്ചതിന് പുറത്ത് ഗവൺമെന്റ് മേടിച്ചു കൊടുക്കും കുറച്ച് സ്ഥലം അഡീഷണൽ. ഇത് വലിയൊരു ഗ്രേറ്റ് ന്യൂസ് ആണ്. കാര്യം ഇതാണ് ഇങ്ങനെ ഒരു പുതിയ ഗവൺമെന്റ് കൾച്ചറൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാൻഡ് എല്ലാം മേടിച്ചു കൊടുക്കുക. അങ്ങനെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് നമ്മള് സ്ഥലം കൊടുക്കാന്ന് പയ്യെ സംഭവിച്ചിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ലാൻഡ് കിട്ടിയെന്നല്ല, അതായത് അപ്രൂവലിന് പോയിരിക്കുകയാണ്. അത് അതിനകത്തുനിന്ന് ആ വസ്തുവിനകത്തുനിന്ന് കുറച്ച് സ്ഥലം കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് നേരത്തെ സ്മിതമാതാജി ചോദിച്ചതിന്റെ ഉത്തരം കൂടിയാണിത്. ഒരു ചെറിയൊരു എഫർട്ട് മനസ്സിനെ തട്ടിയിട്ടാണ് വർഷങ്ങൾ കൊണ്ട് ചൈതന്യ മഹാപ്രഭു വന്ന ആ സ്ഥലത്ത് ഒരു പിലിഗ്രിമേജ് സെന്റർ സ്ഥാപിക്കണമെന്ന് മനസ്സിനെ തട്ടിയാന്ന് ജഗസാക്ഷി പ്രഭു സംസാരിച്ചു. അതിന് ഒരു 5 സെന്റ് ഭൂമി ആകസ്മികമായി കിട്ടി, അല്ലേ സുശീം പ്രഭു? അങ്ങനല്ലേ വന്നു ചേർന്നു. അതിനോട് ചേർന്ന് വീണ്ടും ഒരു 5 സെന്റ് കിട്ടാനുള്ള, അത് പോരാ 5 സെന്റ് കിട്ടാൻ. ഞാൻ പറയുന്നത് 5ഉം 10ഉം അല്ല, അവിടെ വേണ്ടത് 50 സെന്റാണ്. അത് കിട്ടും, അതൊരു സംശയമില്ല കാര്യത്തിൽ. കാര്യം വർക്കലയെ അത്രയും പരിപാവനമായ സ്ഥലമാണ്. ആ 5 സെന്റ് 50 സെന്റായിട്ട് വളരട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്മിതമാതാജി ചോദിച്ചതിന്റെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ സാധാരണഗതി കണ്ടുവരുന്നതാണ്, ഓണത്തിന് വീട്ടിൽ പായസം ഉണ്ടാക്കും. പക്ഷേ സദ്യയെല്ലാം നിവേദിക്കും കേട്ടോ, പായസം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അപ്പം അവരുടെ മറുപടി ഇതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പായസം വെക്കാത്തത്? അത് പായസം മധുരമാണ്, ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ്, അടുത്ത വർഷവും കൂടെ അടുത്ത വർഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ? ഇവർ പറയുന്നു പായസം ഇഷ്ടമാണ്, ഭഗവാൻ മധുരം ഇഷ്ടമുള്ളതാണ്, മധുരം അടുത്ത വർഷം നമുക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് എല്ലാ വർഷവും ഓണസദ്യ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, എല്ലാ വർഷവും പായസം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ വർഷവും പായസം വെക്കുന്നതുമില്ല. എത്ര വൈരുദ്ധ്യാത്മകപരമായ കാര്യങ്ങളാണ്. എന്നാൽ അവർ പറയുകയും ചെയ്യുന്നുണ്ട് മധുരം ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാൻ ഇഷ്ടമായതുകൊണ്ട് അടുത്ത വർഷം വെച്ചില്ലെങ്കിൽ ഭഗവാൻ ദേഷ്യപ്പെടുത്തില്ല. എത്ര വൈരുദ്ധ്യാത്മകം! അപ്പൊ എത്രയോ വർഷങ്ങൾ അവർ പാഴാക്കി കളഞ്ഞു. അവർക്ക് കിട്ടുന്ന സാധ്യതകൾ, ആ ഓപ്പർച്യൂണിറ്റീസ് അവർ പാഴാക്കി കളഞ്ഞു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കാനും പറ്റും, കൊടുക്കാനും പറ്റും. ആ ഒരു ചെറിയൊരു മനസ്സ് വന്നു കഴിഞ്ഞു, അതിനെല്ലാ അനുകൂലങ്ങളും. അവിടെ ഇരിക്കുന്ന ആള് വെറുതെ അല്ല, ആള് നമ്മളെ മാടി വിളിച്ച് നമ്മളെ കൊണ്ടുണ്ടാക്കിക്കും. സത്യമാണ്.
ഇത് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, പറയാൻ പറ്റത്തില്ല. അത് അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് അനുഭവിക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു സുഖം. ഹരേ കൃഷ്ണ. അപ്പം ഭാസ്കരൻ പ്രഭു ഹരേ കൃഷ്ണ, സുമാജി ഹരേ കൃഷ്ണ, മീരാജി ഹരേ കൃഷ്ണ, സുശിം പ്രഭു, അനുരാധ മാതാജി ഹരേ കൃഷ്ണ, ശ്യാമസ്മിത മാതാജി ഹരേ കൃഷ്ണ. ഇന്ന് എവിടെ ഗോപി പ്രഭു എവിടെ? ഞാൻ പറഞ്ഞിട്ട് പ്രഭു സ്നേഹം കൊണ്ട് പോയി. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്യാമസുധീർ പ്രഭു, സിമി മാതാജി ഹരേ കൃഷ്ണ, കമല ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ആകർഷ് കണ്ടില്ല എങ്കിലും ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഭഗവാന്റെ ചിന്തകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ജിയുടെ പ്രിയതമ ആശ ചേച്ചിക്ക് ഭഗവാന്റെ അടുത്ത് പോയതാ. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയത് ഭഗവാനെ കുമ്പിട്ട് തൊഴുതതാണ്. അതാണ് വേറൊരു പ്രയാസം അവർക്ക്. തൊഴുതിട്ട് എഴുന്നേറ്റപ്പം കാല് കയറി പിടിച്ച് മുട്ട് ഒന്ന് ഉളുക്കി. അത് ഇന്ന് വരെ 1 മാസമായിട്ടും ശരിയായിട്ടില്ല. ഇപ്പം നേരെ പേരക്കുട്ടി കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ ഒരു പടി ചവിട്ടാനോ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. അത് വിഷമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചപ്പോഴല്ലേ ഇത് പറ്റിയതെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാനായിട്ട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഏകം ശാസ്ത്രം സ്മിതമായി. ഏകം ശാസ്ത്രം. एकं शास्त्रं देवकी पुत्र गीतम् एको देवो देवकी पुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा. त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव. कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. कार्त्यायनी महामाये महायोगिन्नदीश्वरी नन्दगोपसुतं देवी पदे मे गुरुते नमः. श्री कृष्ण शरणं मम दासोऽहं कृष्ण तवास्मि. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടെ നമ്മൾ മറന്നുപോയി. രാധാറാണിയുടെ 16 നാമങ്ങൾ നമ്മൾ ജപിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയാം, വളരെ പതുക്കെ പറയാം, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. രാധാ രാസേശ്വരി, രാധാ രാസേശ്വരി, രാസവാസിനി, രാസവാസിനി, രസികേശ്വരി, രസികേശ്വരി, കൃഷ്ണപ്രാണാധിക, കൃഷ്ണപ്രാണാധിക, കൃഷ്ണപ്രിയാച, കൃഷ്ണരൂപിണി, കൃഷ്ണരൂപിണി, കൃഷ്ണവാമാംഗസംഭൂത, കൃഷ്ണവാമാംഗസംഭൂത, പരമാനന്ദരൂപിണി, പരമാനന്ദരൂപിണി, കൃഷ്ണ കൃഷ്ണ, വൃന്ദാവനി, വൃന്ദാവനി, വൃന്ദ, വൃന്ദ, വൃന്ദാവന വിനോദിനി, വൃന്ദാവന വിനോദിനി, ചന്ദ്രാവതി, ചന്ദ്രാവതി, ചന്ദ്രകാന്ത, ചന്ദ്രകാന്ത, ശരചന്ദ്രിനി പ്രഭാനന, ശരചന്ദ്രിണി പ്രഭാനന. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാധാറാണിയുടെ 16 നാമങ്ങളാണ്. ഇത് ജപിക്കുന്നവന് ആ ദാസ്യഭക്തി നമുക്ക് കിട്ടും ഭഗവാനുമായിട്ട്. ഇനി രാധാറാണിക്ക് എങ്ങനെയാണ് ഭഗവാനിൽ സ്നേഹം ഭക്തി ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനിൽ വളരെ അതീവമായ പ്രേമം രാധാറാണിക്ക് ഉണ്ടായിട്ടും ഭഗവാൻ ഇത് കണ്ടില്ലെന്ന് അടിച്ചു കളിക്കും. അതായത് രാധാറാണിയുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ നടക്കുമ്പം ഭഗവാൻ അന്നേരം തല ലെഫ്റ്റിലോട്ട് തിരിച്ചങ്ങ് പോകും. രാധാറാണിക്ക് എന്ത് സങ്കടമായെന്ന് അറിയാമോ? ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഭഗവാൻ ചിരിച്ചോണ്ടാണ് ഇത് പോകുന്നത്. ആ ചിരി രാധാറാണി കാണത്തില്ല. രാധാറാണി എല്ലാ ദിവസവും വിഷമിച്ച് കരയും. അവസാനം ഗോപികമാര് രാധാറാണിയുടെ അടുത്ത് ചോദിക്കും,
അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും ഭഗവാന്. അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഭഗവാൻ സ്നേഹിക്കും, ഭഗവാൻ റാണിയുടെ അടുത്ത് വരും എന്ന് പറയും. എന്താണ് ചെയ്യേണ്ടത്? തുളസി സേവ ചെയ്യാൻ പറയും, തുളസി പരിചരണം. ഇപ്പൊ രാധാഷ്ടമി നമ്മൾ സ്മരിക്കുമ്പോൾ, രാധാറാണിയെ സ്മരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം, തുളസി സേവ. തുളസിയെ വെച്ചു വീട്ടിൽ നട്ടുപിടിപ്പിക്കുക, തുളസിക്ക് വെള്ളമൊഴിക്കുക, തുളസിക്ക് പ്രദക്ഷിണം ചെയ്യുക. അപ്പം രാധാറാണിയുടെ സ്നേഹം കിട്ടും, അതുവഴി ഭഗവാന്റെ സ്നേഹം കിട്ടും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, 5 or 10 or 100 എന്താ സ്മിരാജി, എത്ര നോക്കാം? ഹരേ കൃഷ്ണ. 5. ഓക്കെ, 5 4 പറയുന്ന കേൾക്കുന്നില്ല. 3 ആ 2 1 0. 0. ഹരേ ഹിം. കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വീണ്ടും ഭഗവാന്റെ കാര്യങ്ങളുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.